ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. വ്ളോഗ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി വെക്കുന്നതെന്നുള്ളത് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന്. ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഉച്ചക്കിലേക്കുള്ള കാര്യങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പോൾ ഒരു മൺഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാറുള്ളത് വീക്കെൻഡ് അല്ല. ഞാൻ സാധാരണയായിട്ട് മൺഡേ മോർണിംഗ് ആണ് എല്ലാതും ചെയ്ത് വെക്കാറുള്ളത്. ശനിയും ഞായറൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് തിരക്കാവണ കാരണം അങ്ങനെ ചെയ്യാൻ സമയം കിട്ടലില്ല. പക്ഷെ മൺഡേ ആകുമ്പോൾ ഞാൻ വീണ്ടും ഫ്രീ ആവും കേട്ടോ. അപ്പോൾ അത് കാരണം മൺഡേ ആണ് ഞാൻ കൂടുതലും ചെയ്ത് വെക്കാറ്. ഇതിപ്പോൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ബാക്കി ഈ ഒരാഴ്ചയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ആമസോണിൽ ഫ്രഷിൽ ഓർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇന്ന് ഡെലിവറി കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ്, അതായത് ഞാൻ ഈ ഒരാഴ്ചയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതും വാങ്ങിച്ചിട്ടുള്ളതും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് വേറെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ എങ്ങനെ നോക്കിയാലും കുറച്ചൊക്കെ ബാക്കി വരുമല്ലോ. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് ഞാൻ ഈ ഒരാഴ്ചയിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ബ്രോക്കലിയൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു അടർത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബൾക്കായിട്ടിരിക്കുന്ന കാരണം നമ്മൾ വെജിറ്റബിൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്റ്റോറേജ് ബോക്സിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പം ആകെ ഒരു മെസ്സപ്പായിട്ട് ഇരിക്കലില്ലേ, പിന്നെ കുറേ സാധനമൊന്നും നമുക്ക് വെക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കലിട്ട. പിന്നെ മാത്രമല്ല, ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ കുക്ക് ചെയ്യുന്നേരം എളുപ്പമാട്ടാ. ഈ ബ്രോക്കലിയൊക്കെ നമ്മൾ സാധാരണയായിട്ട് നല്ലോണം അതിന്മേൽ പുഴുണ്ടോയെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണല്ലോ എടുക്കൽ സാധാരണയായിട്ട്. അത് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം കൂടുതലാവണ പോലെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി എല്ലാം ക്ലീനാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന നേരം നമുക്ക് വേഗം എടുത്തിട്ട് വാഷ് ചെയ്ത് കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് കാരണം ഈ കോളിഫ്ലവർ പിന്നെ ബ്രോക്കലി ഇതൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കി വെക്കൽ ഉണ്ട് കേട്ടോ നേരത്തെ തന്നെ. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ അത് ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും. പിന്നിപ്പോൾ അടുത്തത് പേരയ്ക്ക കേട്ടോ. ഞാനിന്ന് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് പേരയ്ക്കയും പിന്നെ ഗ്രേപ്സ് ഇവിടെ മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാട്ടോ ഗ്രേപ്സ്. അപ്പോൾ അത് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്രേപ്സ് കഴിക്കില്ല. അപ്പോൾ പേരയ്ക്ക പണ്ടുണ്ടല്ലോ നാട്ടിൽ പേരയ്ക്കൊന്നും വീട്ടിലുണ്ടാവുമല്ലോ ഇതിൻ്റെ മരമൊക്കെ. അന്നേരമൊന്നും ഒരു വിലയും കൊടുത്തിട്ടില്ല കേട്ടോ. അതൊന്നും എന്തൊക്കെ പോലെയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ ഈ പേരയ്ക്ക ഞാൻ കടയിൽ എപ്പോൾ കണ്ടാലും അത് ഇങ്ങനത്തെ വലുതിട്ടാ, മറ്റേ ചെറുതല്ല ഇങ്ങനത്തെ വലുത്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പേരയ്ക്ക കാണുമ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ചെറി ടൊമാറ്റോസാണ്. ഇതും എല്ലാ ആഴ്ചയിലും ഞാൻ വാങ്ങിക്കൂട്ടാ. ഇത് പിzzയിലേക്കും പിന്നെ പാസ്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യലുണ്ട്, സാലഡ്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെറി ടൊമാറ്റോ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കൂട്ടാ. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടില്ല. ചില സമയത്ത് ഇതിൽ റെഡി ടു ഈറ്റിന് എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ചില സമയത്ത് വാഷ് ചെയ്തൊക്കെ വെക്കലുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ഞാൻ വാഷ് ചെയ്തില്ല. ഇന്ന് വാഷ് ചെയ്യാണ്ട് ഇതുപോലെ ഒരു ബോക്സിലേക്ക് ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇതാ ഗ്രേപ്സ് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടർത്തി ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് നേരം, എന്നിട്ട് അതൊന്ന് റെഡിയാക്കി ബോക്സിലാക്കി വെക്കാമെന്ന്. ഇതിവിടെ മോളും എൻ്റെ ഹസ്ബൻഡും കഴിക്കൽ കേട്ടോ ഗ്രേപ്സ് കൂടുതലായിട്ട്. ഞാൻ ഗ്രേപ്സ് കഴിക്കില്ല എന്ന് വെച്ചാൽ മാക്സിമം കഴിക്കില്ല ഞാൻ. പിന്നെ അങ്ങനെ തീരെ അങ്ങനെ തൊടൂല അങ്ങനെയൊന്നുമില്ല. പക്ഷേ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രേപ്സ് ഒഴിവാക്കൂട്ടെ. എനിക്ക് അത്ര താല്പര്യമുള്ളൊരു ഫ്രൂട്ടല്ല ഗ്രേപ്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് അറിയില്ല, പണ്ടോട്ടേ എനിക്ക് ഗ്രേപ്സ് അത്ര ഇഷ്ടമല്ല. പക്ഷേ ചിലപ്പോൾ കഴിക്കും ചെയ്യും കേട്ടോ, 1-2 അങ്ങനെയൊക്കെ ടേസ്റ്റ് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് വലിയ ഒരു താല്പര്യമുള്ളൊരു ഫ്രൂട്ടല്ലത് ഗ്രേപ്സ്.
അപ്പോൾ അത് എല്ലാം ഇതിപ്പോൾ റെഡ് സീഡ്ലെസ് ഗ്രേപ്സ് ആട്ടാ. ഇതിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് എന്തോ വരുന്ന ഗ്രേപ്സ് ഇവിടെ ഈ ഒരു സീഡ്ലെസ് കിട്ടൽ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കണ്ട സാധാരണയുള്ള ഒരു പേർപ്പിൾ കളർ അല്ല കേട്ടാ ഈ ഒരു ഗ്രേപ്സിന്. മറ്റേ ഡാർക്ക് കളറിൽ വരലില്ലേ, ഇതിന് ഈ ഒരു കളറാട്ടാ. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് അത്ര നന്നായിട്ട് പഴുത്തിട്ടില്ല എന്ന് തോന്നൂലേ? പക്ഷെ അല്ലട്ടാ, ഭയങ്കര മധുരമാണിത്. ഇത് തന്നെയാണ് ഞാൻ സ്ഥിരം മിക്കപ്പോഴും. ഇല്ലെങ്കിൽ ഒരു നീണ്ടിട്ടുള്ള ഒരു പച്ചയുണ്ട്, പച്ച കളറിൽ, അതും വാങ്ങിക്കലുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രേപ്സിന് ഭയങ്കര മധുര. എൻ്റെ മോളും ഹസ്ബൻഡും ഒക്കെ എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ ഇഷ്ടം അവർക്ക്, ഈ ഒരു ഗ്രേപ്സ്. അപ്പോൾ ഇതൊക്കെ ഗ്രേപ്സൊക്കെ ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇതിൻ്റെ ഈ ഒരു സാലഡ് സ്പിന്നർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള പേരയ്ക്കൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ടൊമാറ്റോയും ലെമണും ഒക്കെ കാണണില്ലേ, അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതിൽ ബാക്കിയുള്ളതാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരാഴ്ച അത് വാങ്ങിച്ചിട്ടില്ല, ലെമണും ടൊമാറ്റോ. അതുപോലെ എപ്പോഴും ഞാൻ അങ്ങനെയാട്ടാ ചെയ്യൽ. എല്ലാ ആഴ്ചയിലും എല്ലാ സാധനങ്ങളും വാങ്ങിക്കലില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും കുറേ സാധനങ്ങളെല്ലാം ബാക്കി വരുമല്ലോ. നമുക്ക് അങ്ങനെ ബാക്കി വരുമ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ഒരു സൺഡേ ഒക്കെ ആകുമ്പോൾ ഞാൻ നോക്കൽ കേട്ടോ ഫ്രിഡ്ജിൽ എന്താ ബാക്കിയുള്ളതെന്നൊക്കെ. അതിന് ശേഷമാണ് ഞാൻ മൺഡേ രാവിലെ കടയിൽ പോയിട്ട് വാങ്ങിക്കും. പിന്നെ സൺഡേ ഈവനിങ് തന്നെ ചില ദിവസങ്ങളിൽ ആമസോൺ ഫ്രഷിൽ ഓർഡർ ഇടും, മൺഡേ അവർ കൊണ്ടുവരും. അതില്ലെങ്കിൽ മൺഡേ മോർണിംഗ് ഇട്ടാലും കിട്ടും കേട്ടോ, ഇവിടെ ഡെലിവറി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട്. ഇപ്പോൾ ഗ്രേപ്സൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഈ ഒരു സാലഡ് സ്പിന്നറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് സ്പിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതുമുള്ള വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ അടർത്തിയെടുത്തിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് പൊട്ടായി പോകുമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത ഗ്രേപ്സ് സാധാരണയായിട്ട് വെക്കലിട്ടാ. ഇനിയിപ്പോൾ ഇതാ ക്യാപ്സിക്കം 3 കളറിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഈ സാലഡ് സ്പിന്നറിലൊന്ന് സ്പിൻ ചെയ്ത് ഞാൻ ബോക്സിലാക്കി സൂക്ഷിച്ച് വെക്കും. മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഒരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ ക്യാപ്സിക്കം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ അത് എന്താ പറയുക ചീഞ്ഞ് പോയില്ലേന്ന്, അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ, കുറേ മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ. ഇപ്പോൾ അതെടുത്തപ്പോൾ ക്യാപ്സിക്കം എടുത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ട് എന്താ അങ്ങനെ പറയാട്ടാ. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇല്ലട്ടാ, എനിക്ക് അങ്ങനെ വരലില്ല. ഞാൻ എല്ലാ ആഴ്ച ഇത് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ മുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബോക്സിൽ എൻ്റെ ഒരു റിവ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുപോലെയുള്ളൊരു ബോക്സിലിട്ടിട്ടാണ് ഞാൻ സൂക്ഷിച്ച് വെക്കൽ. എനിക്കിത് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. അന്നേരം എടുത്ത് കട്ട് ചെയ്യൊന്നും വേണ്ടല്ലോ. ഇവിടെ പിസ്സ ഉണ്ടാക്കാനും അങ്ങനെയുള്ള ഗ്രില്ല് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം യൂസ് ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും വാങ്ങിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് എളുപ്പത്തിനുള്ള ഒരു ഇത് വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങിയത് ഇങ്ങനെ. പിന്നെ എനിക്കങ്ങനെ ചീഞ്ഞ് പോകലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെക്കില്ലേ, ആ സമയത്ത് അധികം അതിൽ വെള്ളം ഉണ്ടാവാണ്ട് വെക്കാൻ നോക്കുക വെച്ചാൽ അങ്ങനെ ചീഞ്ഞ് തീരെ പോവില്ല കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു സാലഡ് സ്പിന്നർ വാങ്ങിച്ചതിന് ശേഷം ഇതിലിട്ടിട്ട് തന്നെ എല്ലാതും ചെയ്യൽ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ ഗ്രേപ്സ് അതുപോലെ പല വെജിറ്റബിൾസും ഞാൻ ഇതിലിട്ടിട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ, വെള്ളം മാക്സിമം കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഇതില്ലെങ്കിൽ തീരെ പോവില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇതിട്ടാ, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത്. തീരെ ചീഞ്ഞു പോവില്ല. ഞാൻ ചെയ്യുന്നതാണല്ലോ ഇതെല്ലാ ആഴ്ചയും. ഇതിപ്പോൾ ഒരാഴ്ച ഒന്നല്ല കേട്ടോ, ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തൊക്കെ 2 ആഴ്ചയെങ്കിലുമൊക്കെ ഇരിക്കും, ഒരു കുഴപ്പം വരാണ്ട്. എനിക്ക് പക്ഷേ ഇത് ഒരാഴ്ചയിൽ തീരും, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. തീരാത്ത സമയത്ത് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ആഴ്ചയൊക്കെ നല്ലോണം ഇരിക്കും ഈ ഒരു ക്യാപ്സിക്കമൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ.
ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. ഉള്ളിയും കൂടി ഇട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇതിപ്പോൾ ഈ ചുമന്ന ഉള്ളിയില്ലേ, ആ ഒരു പ്ലേറ്റുമ്മ ഇരിക്കണില്ലേ, സാധാരണ നമ്മുടെ ഉള്ളി, അതിപ്പോൾ ഞാൻ താഴെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ ആമസോണിൽ മറ്റേ യെല്ലോ ഓണിയനും കൂടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെളുത്തുള്ളി ഞാൻ എടുത്ത് മാറ്റി വെച്ചത്, ഇത് പീൽ ചെയ്തിട്ട് ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാട്ടാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആമസോണിൽ ഓർഡർ കൊടുത്ത കാര്യം, അതിതാ അവർ പുറത്ത് കൊണ്ടുവച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലും ഉണ്ട് കേട്ടോ, ഗ്രോസറീസും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അതും കൂടിയിട്ട് എനിക്കിനി ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. ഞാനിത് തിങ്കളാഴ്ച രാവിലെ ചെയ്യാനുള്ള കാര്യം, ഹസ്ബൻഡ് ഓഫീസിലേക്കും മോള് സ്കൂളിലേക്കും പോകട്ടെ, ഞാൻ പിന്നെ ഫ്രീയാണ്. ആ ഒരു സമയത്ത് ഞാൻ ശനി ഞായറൊന്നും തീരെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് സമയം കിട്ടലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മൺഡേ ചൂസ് ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പോൾ ആമസോണിൽ ഡെലിവറി വന്നതിൽ പാക്കറ്റുമ്മ ഉണ്ടായിരുന്ന കാര്യങ്ങളാട്ടാ. ഞാനിങ്ങനെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർഡർ കൊടുക്കും. അല്ലാത്ത സാധാരണ കാര്യങ്ങളൊക്കെ താഴെ പോയിട്ട് വാങ്ങിക്കൂട്ടാ. ഈ അവക്കാഡോ ഇതൊക്കെ എല്ലാ ആഴ്ചയും വാങ്ങിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യൽ. ചില ആഴ്ച ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ടല്ല, ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് പോയിട്ട് അങ്ങനെ വാങ്ങിക്കലും ഉണ്ട് കേട്ടോ. അങ്ങനെ മാറി മാറിയൊക്കെ ഓരോന്ന് ചെയ്യും. എന്നാലും മിക്കവാറും തിങ്കളാഴ്ച തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കും. എനിക്ക് അതാട്ടാ കംഫർട്ടബിൾ, ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യണത്. പിന്നെ യെല്ലോ കളറിലുള്ള ഒണിയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നില്ലേ ഇത് ഞാൻ കുഞ്ഞുള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പക്ഷെ ഇത് കണ്ട, ഇത് സവോളൻ്റെ ചെറുത് പോലെ ഇല്ലേ കാണുമ്പോൾ ടേസ്റ്റ്. ഇത് മുന്നേ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ട, ഇതിങ്ങനെ ഉള്ളത് കുഞ്ഞുള്ളി എന്ന് പറഞ്ഞിട്ടാണ്, ഷാലറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ ആഡ് ചെയ്തതാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയാട്ട. അതാ എൻ്റെ വലത് കയ്യിൽ ഇരിക്കുന്നത്. അത് കണ്ട, അത് ഡിഫറെൻ്റ്. അത് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുള്ളീൻ്റെ ടേസ്റ്റുള്ള സാധനമാണ്. പക്ഷേ ഇത് ചെറുതാണെങ്കിലും ഇതിന് കുഞ്ഞുള്ളീൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ. പക്ഷെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതെന്തായാലും വാങ്ങിച്ച് പോയില്ലേ, അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ഈ കുഞ്ഞുള്ളി അങ്ങനെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കലുള്ളൂ, അല്ലാണ്ട് ഓർഡർ അങ്ങനെ ചെയ്ത് വാങ്ങിക്കലൊന്നും ഇല്ല. ഇതിന് മുമ്പ് എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അതിൽ ഷാലോട്ട്സ് എന്ന് എഴുതിയിരുന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കിട്ടിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ യെല്ലോ കളറിലുള്ള ഉള്ളിയില്ലേ, വെല്ലുള്ളി, ഇത് ഞാൻ പിzzയിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അതെടുക്കൽ. പിന്നെ ചുമന്ന ഉള്ളിയില്ലേ, നമ്മുടെ സാധാരണ ഉള്ളി, അത് നമ്മുടെ ഇന്ത്യൻ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. രണ്ടും ഓരോ പാക്കറ്റ് വീതം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കാത്താറ് ആരെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ. നല്ല എളുപ്പമാണ്. നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യുന്ന നേരം നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഓരോന്ന് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ മടിയെല്ലാം വരലുണ്ട് ചില സമയത്തിട്ടാ. പക്ഷേ ഇങ്ങനെ എല്ലാതും റെഡി ആയിട്ട് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ നമുക്ക് ആ മടി വരില്ല. എടുത്തിട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ മാത്രമല്ല, മെയിനായിട്ട് നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല ഒതുങ്ങി നല്ല വൃത്തിയിലിരിക്കുകയും ചെയ്യൂട്ടാ. അപ്പോൾ ചെയ്യുന്നവരുണ്ടാവാം ഇങ്ങനെ. പക്ഷെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് വെക്കൂട്ടാ. നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണത്. നമുക്ക് തന്നെ ജോലി ഭാരം കുറയുക ചെയ്യുക. അപ്പോൾ ഇതാ ക്യാപ്സിക്കം കൂടിയിട്ട് സാലഡ് സ്പിന്നറിലേക്ക് ഒന്നും കൂടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളയാട്ടാ. ഇനിയിപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുന്നവരില്ലേ, ഇതിങ്ങനെ താഴത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കമിഴ്ത്തിയിട്ടില്ലേ, അങ്ങനെ വെക്കൂട്ടാ. അതുമ്മ ഇൻ കേസ് എന്തെങ്കിലും വെള്ളം ഇനി ബാക്കി ഉണ്ടെങ്കിൽ ഇതുമ്മ ഇല്ല, തീരെ ഇല്ല, ചെറുതായിട്ടുള്ള ഒരു ഡ്രോപ്പ് പോലെയൊക്കെ ഉള്ളൂ, അത് കുഴപ്പമില്ല. അങ്ങനെയൊന്നും ഇരുന്നെന്ന് വെച്ചിട്ടൊന്നും ചീഞ്ഞ് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ കമിഴ്ത്തിയിട്ട് വെക്കാട്ടോ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴേക്ക് ഇങ്ങനെ വാർന്ന് പോയിക്കോളും. ഒരു ബോക്സിൻ്റെ അടിഭാഗത്ത് ചെന്നിട്ട് അതിൻ്റെ വെള്ളമൊരു നെറ്റ് പോലെ ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വെള്ളം താഴെ പോയിട്ട് നിന്നോളും. ഇനിയിപ്പോൾ പാല് വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു കവറിലാട്ട് ആമസോണിൽ നിന്ന് ഡെലിവറി വരിക. പാല് അപ്പോൾ ഇത് ലോ ഫാറ്റ് മിൽക്കാണ്. ഇത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 2 എണ്ണം എന്ന് പറയുമ്പോൾ ഒരു കുപ്പിയിൽ 2 ലിറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ 4 ലിറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ളത് ലോ ഫാറ്റ് മിൽക്കും, പിന്നെ ഡാർക്ക് ബ്ലൂവിൽ വരുന്നത് ഫ്രഷ് മിൽക്ക് കൂട്ടാ. അങ്ങനെ അത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കണതാണ് ഡാർക്ക് ബ്ലൂ. അതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ എക്സ്ട്രാ പാല് വാങ്ങിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ വാങ്ങിക്കും. അല്ലെങ്കിൽ സാധാരണയായിട്ട് ഇതന്നെ മതിയാവും ഒരാഴ്ചയിലേക്കെല്ലാം വേണ്ടിയിട്ട്. പക്ഷേ ആ ലൈറ്റ് ബ്ലൂ കളറ് എന്തായാലും 1-2 എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. ഇവിടെ മോൾക്കൊക്കെ ഞാൻ അതാ കൊടുക്കലിട്ടാ. അപ്പോൾ അത് അങ്ങനെ. പിന്നെ സ്മൂതി ഉണ്ടാക്കുമ്പോഴൊക്കെ എടുക്കലുണ്ട്. അപ്പോൾ ലൈറ്റ് ബ്ലൂ കളറ് പിന്നെയും വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇപ്പം അത് ഒരുമിച്ച് ഓർഡർ ചെയ്യാത്തത് ഫ്രിഡ്ജുമ്മ സ്ഥലം ഉണ്ടാവില്ല സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അത് കാരണം കേട്ടോ പാല് കുറച്ച് മാത്രം ഓർഡർ ചെയ്തത്. കുറച്ചല്ല, ഇതിപ്പോൾ ഒരു 6 ലിറ്റർ ഉണ്ട് കേട്ടോ. ഇത് 3 കുപ്പിയും കൂടെ ചേർത്തിട്ട് അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കവറുമേ ഒരു ജ്യൂസും, പിന്നെ എന്താ പറയുക കിച്ചൺ സിങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓപ്പണർ ഒഴിക്കലുണ്ട്. പിന്നെ റസ്കില്ലേ ഇത് ക്രാൻബെറീസ് ആട്ടാ, ഡ്രൈഡ് ക്രാൻബെറീസ്. ഇത് മോൾക്ക് കൊടുക്കും. പിന്നെ ഞാനും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കഴിക്കും കേട്ടോ. ഈ കാഷ്നട്ടും ക്രാൻബെറിയും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അല്ലെങ്കിൽ റൈസൻസ് കാഷ്നട്ട് അങ്ങനെയും കഴിക്കലുണ്ട്. റസ്കിൽ ഇത് കുറേ ആയി കഴിച്ചിട്ട്. ഇതിപ്പം ഞാൻ ആമസോണിൽ കണ്ടേരം അങ്ങനെ അങ്ങ് ഓർഡർ ചെയ്തതാട്ടോ. പക്ഷെ ഇത് വന്നപ്പോൾ ഉണ്ടല്ലോ വലിയ പാക്കറ്റ്. അത് ഇത്രയും വലിയ പാക്കറ്റ് എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ തന്നെ അവരതിൽ എഴുതിയിട്ടുണ്ട് 2 പാക്കറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും കൂടിയിട്ട് ഇതിന് എപ്പോൾ തീരാനാണാവോ. പിന്നെ അടുത്ത പാക്കറ്റിൽ ഫാബ്രിക് സോഫ്റ്റ്നറും പിന്നെ ഒരു പാസ്ത സോസ് വാങ്ങിച്ചിട്ടുണ്ട്. ചില സമയത്തെല്ലാം പാസ്ത സോസ് ഞാനിങ്ങനെ വാങ്ങിക്കൂട്ടാ. പിന്നെ അല്ലെങ്കിൽ ഞാൻ അല്ലാണ്ട് ഉണ്ടാക്കലുണ്ട്. രണ്ടും ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്തവണ എന്തായാലും ഒരു ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. പിന്നെ ബ്രെഡ് ക്രംസ് വാങ്ങിച്ചിട്ടുണ്ട് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു കപ്പ് ന്യൂഡിൽസ് ആട്ടോ ഇത്. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ 3 വെളുത്തുള്ളി എൻ്റെ 3 എണ്ണം. അപ്പോൾ അതൊന്ന് പീൽ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കും. ഇതെല്ലാം ആഴ്ച ഞാൻ മുടങ്ങാതെ ഇതും ചെയ്യൂട്ടാ. നമുക്ക് മിക്ക കുക്കിങ്ങിനും വെളുത്തുള്ളിയൊക്കെ ആവശ്യമാണല്ലോ. ഇഞ്ചി ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. വെളുത്തുള്ളി ഇഞ്ചിയും എങ്ങനെ നോക്കിയാലും എല്ലാ റെസിപ്പീസിലും എല്ലാ കറികൾക്കും അത്യാവശ്യം ആവശ്യമുള്ള 2 കാര്യങ്ങളല്ലേ. അപ്പോൾ അത് നന്നാക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് നന്നാക്കാനൊക്കെ എനിക്കിങ്ങനെ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യാനായിട്ടാണ് കൂടുതൽ ഇഷ്ടം. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടിയിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെളുത്തുള്ളി ഞാൻ കഴുകണില്ല കേട്ടോ. ഞാൻ കഴുകാണ്ട് ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയാണ്. ഞാൻ മുമ്പ് വെളുത്തുള്ളി കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താ പറയുക, വെളുത്തുള്ളി കഴുകിയിട്ട് നമ്മൾ എത്രയൊക്കെ തുടച്ച് വെച്ചാലും ചിലപ്പോൾ അല്ലെങ്കിൽ നല്ലോണം ഡ്രൈ ആക്കി വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. ഞാനിനി കുറച്ച് വെള്ളം ഇരുന്നിട്ട് അതൊരു പൊട്ട മണം വരലുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം ഇരുന്നിട്ടാവും. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഞാനിപ്പോൾ വെളുത്തുള്ളി നന്നാക്കി കഴിഞ്ഞാൽ ഞാൻ കഴുകലില്ല. പിന്നെ കുക്ക് ചെയ്യാൻ നേരം എടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് വാഷ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യലിട്ട ഞാൻ വെളുത്തുള്ളി.
ഇനിയിപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ബാക്കിയുള്ള കറിയൊക്കെ ഇതിനിടയ്ക്ക് കൂടെ തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാത്തതാട്ടാ. വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യുന്നതല്ല ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കിംഗ് കാണിക്കേണ്ടെന്ന് വെച്ചിട്ട് അതിനിടയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയതാണ്. ഇതിപ്പോൾ എല്ലാതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഫിഷിൻ്റെ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അതുകൊണ്ട് അതും കൂടി കാണിക്കണതാട്ടാ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളിയും കൂടിയിട്ട് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം ഇതിലേക്ക് ഇനി മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് വേഗം ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കും കേട്ടോ. ഞാൻ ഫിഷ് ഫ്രൈ പല തരത്തിൽ ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ഈ ഒരാഴ്ചയിൽ ഞാൻ അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതും നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ നിന്നില്ല. പക്ഷെ നോക്കുമ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇങ്ങനത്തെ അബദ്ധമൊക്കെ എത്ര നമ്മൾ റെഡിയാക്കി വെച്ചാലും പറ്റൂട്ടാ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈവനിങ് കാണും അത് ചെയ്യൂട്ടാ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെസിപ്പീസിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആവശ്യമാണല്ലോ. ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ എന്തായാലും ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് വിനീഗർ ചേർത്തിട്ടും അരക്കലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കണത്. മീൻ ഞാൻ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ രാവിലെ പോയേരം വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഫിഷും ചിക്കനും ബീഫും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കലില്ല. ചില സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് ഓർഡർ ചെയ്യലുണ്ട്. അപ്പോൾ അന്നേരം ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കലുണ്ട്. അല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ അന്നേരം താഴത്തെ കടയിൽ കിട്ടുന്ന ഫിഷ് ഏതാണോ അത് വാങ്ങിക്കല പതിവിട്ടാ. ഏതാണോ കിട്ടുന്നത് ചിക്കനായാലും നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ. തൊട്ട് താഴെ തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് നടക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്ത് തന്നെ കടയുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെ മീറ്റൊന്നും വാങ്ങിച്ച് അങ്ങനെ സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കലില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഞാനങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കലും ചെയ്യലുണ്ട്. അതൊക്കെ വളരെ അപൂർവമായിട്ട് ചെയ്യലുള്ളൂ. മിക്കപ്പോഴും താഴെ പോയിട്ട് അന്നേരം വാങ്ങിക്കൽ തന്നെയാട്ടോ പതിവ്. മീനിലേക്ക് മസാലയൊക്കെ തേച്ചതിന് ശേഷം അതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 10-15 മിനിറ്റ് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലഞ്ചിനുള്ളത് ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. പിന്നെ അടുത്ത ആഴ്ച ഞാൻ കിച്ചൺ ടൂർ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും അടുത്ത ആഴ്ചയിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് പറയാൻ മറക്കരുത് കേട്ടോ. നമുക്കിങ്ങനെ ഞാനൊക്കെ എങ്കിൽ യൂട്യൂബിൽ ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ, ബിഗിനറല്ലേ. അപ്പോൾ നമ്മൾക്കിങ്ങനെ എന്താ പറയുക, നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാട്ടോ. അത് നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിക്കും ഒരു കമൻറ്റിൽ, പക്ഷെ നമുക്കത് വീഡിയോ ചെയ്യുന്നവർക്ക് അങ്ങനെയല്ല. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതെന്തായാലും നല്ല കാര്യമായാലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാത്ത കാര്യങ്ങളും കമൻറ്റിൽ പറയാൻ മറക്കരുത്. ലൈക്കും കൂടിയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ആഴ്ച കിച്ചൺ ടൂറായിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ.